നിന്നുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കള്ളന്മാരായിട്ട് മാറിയിരിക്കുക. ഈ പാർട്ടി കള്ളന്മാരുടെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തൊരു രീതിയിലാണ് ആ കളവ് നടന്നിട്ടുള്ളത്. ഒരു നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചുകൊണ്ടൊരു വണ്ടി അല്ലേ, നിങ്ങൾ ആലോചിക്ക്. നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് മറ്റൊരു നമ്പർ, കള്ള നമ്പർ എഴുതിയിട്ടുള്ളൊരു വണ്ടി ഉപയോഗിക്കുക. ഒരു ജനപ്രതിനിധിയാണ് ഈ നഗരസഭയിൽ ഇത്ര നാളും ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് ആ പദ്ധതിയൊക്കെ ഇങ്ങനെയാണ് അടിച്ചു മാറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നടന്നിട്ടുള്ളത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കൃത്യമായി പറയേണ്ടതാ, ആ നഗരസഭ അംഗത്തെ രാജിവെക്കാൻ പോലും, അല്ലെങ്കിൽ ആ നഗരസഭ അംഗത്തിന് സസ്പെൻഷൻ ചെയ്യാൻ പോലും ഇപ്പോഴും തയ്യാറാകാത്തത് അതിൻ്റെ കൂടെ ഈ നഗരസഭയുമുണ്ട്. ഈ നഗരസഭയും അതിൻ്റെ കൂടെ ഉണ്ട് എന്നതാ ആ രീതിയെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രൊഫഷണൽ കള്ളൻ എങ്ങനെയാണോ മാല മോഷ്ടിച്ചതല്ലേ കളവ് നടത്തുന്നത്, അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പ്രൊഫഷണൽ കള്ളൻ്റെ രീതിയിലാണ് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ നഗരസഭ ഈ 5 വർഷക്കാലം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ 5 വർഷക്കാലം ഈ നഗരസഭ കള്ളന്മാരുടെ നഗരസഭയാണ് എന്ന് പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. അതാ നിങ്ങൾ ആലോചിക്കൊണ്ട്, നഗരസഭ കള്ളന്മാരുടെ നഗരസഭയാണ്. അവിടെയാ ഞാൻ നേരത്തെ പറഞ്ഞ പിണറായിയുടെ ഭരണം. ആ പിണറായിയുടെ ഭരണവും ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ വെച്ചിട്ട് തന്നെയാ. എവിടെ സ്വർണം ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, എവിടെ സ്വർണമുണ്ടെങ്കിലും ആ സ്വർണങ്ങൾ അടിച്ചു മാറ്റാൻ, കട്ടുമാറ്റാൻ തയ്യാറായിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ഭരണം. നിങ്ങൾ ആലോചിക്ക്. ഞങ്ങളൊക്കെ വേദനയോടുകൂടിയ ഇത്തരം വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ നടക്കുക. എന്തിനാണെന്നറിയോ? കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം നടക്കുന്നത് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള പിണറായിയുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഓരോ അമ്പലവും, അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെയുള്ള സ്വർണങ്ങളൊക്കെ അടിച്ചു മാറ്റിപ്പോകുന്ന കാഴ്ച. എല്ലാം കിലോ കണക്കിനുള്ള സ്വർണങ്ങൾക്ക് നമ്മുടെ ശബരിമലയിലെടുത്ത് പരിശോധിച്ചാൽ അവിടെ സ്വർണ്ണങ്ങളൊന്നുമില്ല, എല്ലാം ഏകദേശം എല്ലാം അടിച്ചു മാറ്റി പോയി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷനായിട്ടിരുന്ന ആള് വാസു അല്ലേ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാ. ആ പ്രസിഡന്റായിട്ടിരുന്നു, കമ്മീഷനായിട്ടിരുന്നു. എന്താ ഉണ്ടായത്? അവിടെയും നമ്മുടെ സ്വർണ്ണങ്ങൾ മാറിപ്പോകുന്ന കാഴ്ച. സ്വർണ്ണങ്ങൾ വെള്ളിയായിട്ട് മാറ്റിയിട്ട് കട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു.